രാധാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതേപോലെ വലുത് വാങ്ങിക്കണം. വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുമാതിരി വലുത് വേണം. അത് അധികം മൂക്കാത്തത് കിട്ടിയാലും കുഴപ്പമില്ല, മൂത്തതാണെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്കേ ഇങ്ങനെ പീസായിട്ടേ ഇങ്ങനെ എടുക്കണം. ദേ കണ്ടോ, അകത്തെ കുരു എടുത്ത് മാറ്റണം. അതിന് ശേഷം ബാക്കി മസാലകളെല്ലാം ചേർത്ത് ഞാൻ നല്ല സൂപ്പർ കറി ഉണ്ടാക്കി കാണിച്ചു തരാം. അതേപോലെ എല്ലാവരും ഉണ്ടാക്കണം. ഞാനത് കൃത്യമായിട്ട് പറയാം, എന്തൊക്കെ മസാലകളാണ് വേണ്ടതെന്ന് ഞാനിപ്പോൾ തന്നെ കാണിച്ച് പറഞ്ഞു തരാം. അങ്ങനെ 1 കിലോ പാവയ്ക്കയാണ് ഞാൻ വാങ്ങിച്ചത്. 1 കിലോ അത് മൊത്തം വൃത്തിയാക്കി വെച്ചു. അതിന് വേണ്ട മസാലകൾ: 1 കിലോ പാവയ്ക്കയ്ക്ക് 1/4 കിലോ കടലപ്പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്, പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ കായപ്പൊടി. കായം ഇച്ചിരി കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റാണ്. പിന്നെ 1.5 സ്പൂണോളം മുളക് പൊടി. അപ്പോൾ നമ്മൾക്ക് ഇത് കൂട്ടി കുഴയ്ക്കണം എല്ലാം കൂടെ. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. ഈ പാവയ്ക്കയുടെ ഉള്ളിലോട്ട് ഈ മസാല എല്ലാം കൂടെ കയറ്റി നിറയ്ക്കണം. അപ്പം വെള്ളം ആവശ്യത്തിനേ ചേർക്കാവൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ഇതൊന്ന് കയറ്റി വെച്ച് കാണിച്ചു തരാം. പിന്നെ എന്നിട്ട് ബാക്കി മസാല പിന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേപോലെ എല്ലാം ഞാൻ പുരട്ടി വെച്ച് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ദോശക്കല്ലെടുത്ത് വെച്ചും കൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ പുരട്ടി തിരിച്ചും മറിച്ചും വെച്ച് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അത് ഒരുപാടങ്ങ് മൊരിഞ്ഞില്ലേലും കുഴപ്പമില്ല. നമുക്ക് രണ്ടാമതതിട്ട് ശരിക്കും ഒന്നും കൂടെ വേവിക്കാൻ സാധിക്കും. അതിന് ഞാൻ മസാലയൊക്കെ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ കണ്ടോ, ഓരോ പീസേലും പുരട്ടി കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചതേ ഉള്ളൂ കേട്ടോ, കുറച്ച്. അപ്പം നമ്മൾ എടുത്ത് വെക്കാൻ നേരത്ത് ഓരോരോ പീസ് എടുത്ത് വെക്കണം, അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് പോവാതെ. അത് കഴിഞ്ഞൊന്ന് അടിവശം മൊരിഞ്ഞു കാണുമ്പോൾ നമുക്ക് പെതുക്കെ തിരിച്ചും വെക്കാം. അങ്ങനെ 2 വശം മുപ്പിച്ചിട്ടെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യം ഞാൻ പറഞ്ഞു തരാം. ഇതേപോലെ എല്ലാം വറുത്തെടുത്ത് കേട്ടോ. ഇനി ബാക്കിയുള്ളത് ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. ഇനിയപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ: നമ്മളിത് ചീനിച്ചട്ടി എടുത്ത് വെച്ചു. ഒരു സ്പൂൺ, 1-2-3 സ്പൂൺ വേണം. ഒരു 2-3 സ്പൂണെങ്കിലും വേണം വെളിച്ചെണ്ണ എടുത്ത് വെച്ച്. ചൂടായി കഴിയുമ്പം നമ്മളിതേണ്ട ഈ 1/2 സ്പൂണ് കടുക്, 1 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, ഒരു 4-5 സവാള കഴുകി പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു 4 തക്കാളി പൊടിയായിട്ട് അരിയണം, 1 കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞു, ഒരു 2 കുടം വെളുത്തുള്ളി പൊളിച്ച് പൊടിയായിട്ട് അരിഞ്ഞു. ഇത്രയും മസാല വേണം. അതിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഗ്യാസ് മേലെ ചീനിച്ചട്ടി വെച്ചു. 3-4 സ്പൂൺ വെളിച്ചെണ്ണ അതേ കണ്ടോ, ഇതൊഴിച്ചു. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് കഴിയുമ്പം നമ്മൾ ഈ കടുകിനെ എടുത്തിട്ടു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് കടുകൊന്ന് പൊട്ടിച്ചോട്ടെ. അത് കഴിയുമ്പം നമ്മൾ സവാള അതിനകത്തിലോട്ടൊന്ന് ഇടണം. ആദ്യം സവാള അങ്ങോട്ട് പൊയ്ക്കോട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു, സവാള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഈ സവാള അരിഞ്ഞ് വെച്ചതും ഇത് കൂട്ടത്തിൽ നമുക്ക് തക്കാളി അരിഞ്ഞ് വെച്ചതും ഇഞ്ചി അരിഞ്ഞ് വെച്ചതും വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും കൂടെ ഇടുകയാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ബാക്കി മസാലയും കൂടി ഇടണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉപ്പിടുമ്പം വേഗം വഴന്ന് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിച്ചിട്ട്
പിന്നെ ഈ മുളക് പൊടി 1 സ്പൂണ്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ. അതിന് ശേഷം നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. പകുതിയൊന്ന് വഴന്നപ്പോൾ തന്നെ നമുക്ക് ഈ വറുത്ത് വെച്ചില്ലേ നമ്മൾ, അത് എല്ലാം കൂടെ ഒന്നിച്ചിടാതെ കുറേശ്ശെ കൈ കൊണ്ട് ഇങ്ങനെ ഇടണം. നമ്മൾ കണ്ടോ, മരിച്ചു വെച്ചില്ലേ നമ്മൾ പാവയ്ക്ക, അത് ഇതിനകത്തിലിട്ട് കൂട്ടിച്ചേർത്ത് ഒന്ന് സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കണം. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിനൊരു നനവുണ്ടല്ലോ, തക്കാളി ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറിയ സിമ്മിലിടുമ്പോൾ ഓൾറെഡി ഒരു ആവി കിട്ടും. ഈ ആവിക്കകത്ത് ഇത് നന്നായിട്ട് വെന്ത് കൂട്ടിച്ചേരും. അത് കഴിഞ്ഞ് നമുക്കിതിനെ ഓഫ് ചെയ്ത് വെച്ചാൽ മതി. വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നോക്കാം. പറ്റിയില്ല, ഇനി ഒട്ടുമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് തളിക്കാം വെള്ളം. പക്ഷേ എന്നിട്ട് നമുക്ക് വേകുമ്പോൾ അത് നല്ലപോലെ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് കണ്ടോ, എന്നിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് മൂടി അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പം 1-2 പ്രാവശ്യം ഒന്ന് പൊക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോകുമ്പോഴും കറി കൊണ്ടുപോകാം. ഫ്രിഡ്ജിലിരിക്കുവാണെങ്കിൽ ഒരാഴ്ചയോളം കേടാവാതിരിക്കും. ടൈറ്റാക്കി അടപ്പ് ഇച്ചിരി ലൂസാക്കി അടയ്ക്കാവും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കേട്ടോ. അടപ്പ് ഒരുപാട് ടൈറ്റാക്കി അടയ്ക്കരുത് പാത്രത്തിൻ്റെ. ഒരു ലേശം തുറന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കണം നല്ല സുരക്ഷിതമായിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചയോളം കേടാവാതിരിക്കും കേട്ടോ. ശരി എന്നാൽ ഓക്കേ, ഞാൻ പാത്രത്തിലെടുത്ത് കാണിച്ചു തരാം. ആയിക്കോട്ടെ, കറി റെഡിയായി. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു.